മുഅ്മിനുകളെ, അള്ളാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും യത്നിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. സൂറ അൽ മാഇദയിലെ 3 ആയത്തുകൾ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. 77 മുതൽ 80 വരെയും അടങ്ങുന്ന ആയത്തുകളാണ്. വിശ്വാസികൾ എന്നത് ഈ അടുത്തൊന്നും ഉദയം ചെയ്തതല്ല. ഏതാണ്ട് മനുഷ്യാരംഭം മുതൽ പ്രവാചകന്മാരുടെ അംബിയാ മുർസലുകളുടെ പ്രബോധനങ്ങൾക്ക് വിധേയമായി ഹിദായത്ത് ലഭിച്ച് മാർഗദർശനം സിദ്ധിച്ചിട്ടുള്ള പൂർവകാല ജനങ്ങൾ, അവരിൽ നിയുക്തരായ അംബിയാ മുർസലുകളും അവർക്കല്ലാഹു മാർഗദർശനം നൽകുന്നതിന് ഏൽപ്പിച്ച കിതാബുകളും സുഹുഫുകളുമെല്ലാം പിന്തുടർന്നാണ് ആ ജനം ജീവിച്ചു പോന്നത്. അതിൽ അവസാനത്തെ റസൂല് ഏതാണ്ട് കിതാബിൻ്റെ അഹിലുകാരുടെ എല്ലാം വിശ്വാസ പ്രമാണമനുസരിച്ച് അന്ത്യപ്രവാചകത്വം, അത് അവസാനത്തെ റസൂല് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്നു. അദ്ദേഹത്തോടൊപ്പം ദീൻ പൂർത്തീകരിക്കപ്പെട്ടതുകൊണ്ടാണ് ഇനി മറ്റൊരു നബിയുടെ ആഗമനം മനുഷ്യവംശത്തിന് ആവശ്യമില്ല എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. ആദം അലൈഹിസ്സലാം മുതൽ ക്രമപ്രവൃദ്ധമായ നിലയിൽ പടിപടിയായി മനുഷ്യവംശം ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും വളരുകയും മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ധാർമ്മിക മേഖലയെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്താണ് ജീവിച്ചു പോന്നത്. അതിൻ്റെ ഒരു പര്യവസാനമാണ് അള്ളാഹുവിൻ്റെ റസൂൽ നിറവേറ്റിയത് എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം ഈ ദീനിനെ നാം പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പോൾ ദീൻ ആരംഭിക്കുന്നത് ആദിമ മനുഷ്യൻ മുതലാണ്. ഇന്ന് ഈ ദീനിനെ പൂർത്തിയാക്കുകയാണ്. ഈ ദീൻ ഏൽപ്പിച്ച് ചുമതലപ്പെടുത്തി ജനങ്ങളിൽ നിയോഗിച്ചത് അംബിയാ മുർസലുകളെയാണ്. കഴിഞ്ഞുപോയ കാലങ്ങളിലൊക്കെ അവർക്കൊക്കെ അള്ളാഹു വഹിയും റിസാലത്തും കിതാബും നൽകിയാണ് പോന്നത്. പക്ഷേ ഇന്ന് നാം ഈ ദീനിനെ പൂർത്തിയാക്കുന്നു. അപ്പോൾ പൂർത്തീകരിക്കപ്പെട്ട ദീൻ, അതിൻ്റെ എല്ലാ വശങ്ങളിലൂടെയും പൂർണ്ണതയ്ക്ക് വിധേയമായ ഒരു ദീൻ തൻ്റെ മുന്നിൽ ദർശിച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ യാത്ര പറയുക. അപ്പോൾ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി, ദീൻ മാത്രമല്ല പൂർത്തിയായത്, എൻ്റെ നിഅമത്ത് പ്രവാചകത്വ നിയോഗമാണ്. അള്ളാഹു അംബിയാ മുർസലുകളെ തെരഞ്ഞെടുത്ത് ജനങ്ങൾക്ക് സന്മാർഗദർശിനികളായി അയക്കുക എന്ന മഹത്തായ നിഅമത്ത് ഇവിടെ പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ ഇനി ഒരു നബിയെ തെരഞ്ഞെടുത്ത് അയക്കുന്നില്ല. ആ നബിയിലൂടെ ഒരു കിതാബും ഇനി നിങ്ങൾക്ക് വരാനില്ല. വറളീതു ലക്കും,
നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു അൽ ഇസ്ലാം, ഇസ്ലാമിനെ, ദീനൻ, ദീനായി. അപ്പോൾ അന്ത്യപ്രവാചകനിലൂടെ ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടു. പൂർണ്ണമായതുകൊണ്ട് തന്നെ ഇനി ഒരു കിതാബിൻ്റെയോ ദീനിൻ്റെ ഹുക്കുമിൻ്റെയോ ഒന്നും ആവശ്യമില്ല. പ്രവാചകത്വത്തെ ഇനി നിയോഗിക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ റസൂൽ അന്ത്യദൂതനായി, ഖുർആൻ അവസാനത്തെ കിതാബുമായി. ഇത്രയും നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ പൂർണ്ണമായ ഒന്നിൽ ഒന്നും കൂട്ടിച്ചേർക്കാൻ പിൽക്കാലത്ത് ജനങ്ങൾക്ക് അവകാശമില്ലാത്ത വിധം സീല് വയ്ക്കപ്പെട്ടു. അതാണ് അതിൻ്റെ ഒരു സവിശേഷത. ഇനി ഒന്നും നിങ്ങൾ നല്ലതുണ്ടാക്കണ്ട, ചീത്തയുണ്ടാക്കണ്ട. ഇമാം ബുഖാരി ഉദ്ധരിച്ച വളരെ പ്രസിദ്ധമായൊരു ഹദീസിൽ, ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട്, അൽ ഹലാലു ബയ്യിനു വൽ ഹറാമു ബയ്യിനു. കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്. അനുവദനീയം എല്ലാം വ്യക്തമായ കാര്യമാണ്. അനുവദനീയമല്ലാത്തതോ ഹറാമോ അതും വ്യക്തമാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് ഈ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്ത് ഇറങ്ങുമ്പോൾ നബിക്ക് അതിൻ്റെ ഉള്ളടക്കം ഗ്രഹിച്ചത് കൊണ്ടാണല്ലോ സഹാബികളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പം അബ്ദുറഹ്മാൻ മുബാറക് പൂരി എഴുതിയ നബിയുടെ ജീവചരിത്ര സംഗ്രഹം സീൽഡ് നെക്ടാർ എന്ന പേരിൽ ഇംഗ്ലീഷിലുണ്ട്. 60-ലധികം ഭാഷകളിൽ ആ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം എഴുതുന്നത് 1,40,000-ഓളം അനുയായികൾ നബിയുടെ മുൻപിലപ്പെടും. അവരോടാണ് നബി ചോദിച്ചത്, ഹല്ല ബല്ലഗത്തു, ഞാൻ ഈ പറഞ്ഞത്, ഈ ദീനെന്ന് പൂർത്തിയാണല്ലോ, ആ പൂർത്തീകരിക്കപ്പെട്ട ദീൻ പൂർണ്ണമായി നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നില്ലേ? അതിൽ ഒരു കാര്യം കൂടി അള്ളാഹുവിൻ്റെ റസൂൽ അവരുടെ ബോധ്യതയിലേക്ക് ആവർത്തിച്ചു. അതെന്താണെന്ന് ചോദിച്ചാൽ, പരലോകത്ത് കൂലി കിട്ടാവുന്ന പ്രതിഫലം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വജ്ഹ്, അള്ളാഹുവിൻ്റെ തൃപ്തി മഹ്ശറയിൽ ലഭ്യമാകാവുന്ന ഏറ്റവും ചെറുതു മുതൽ വലുതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചില്ലേ? ചോദ്യത്തിൻ്റെ ഒരു വാക്ക് വളരെ വലുതാണ്. നിങ്ങളെ പഠിപ്പിച്ചില്ലേ എന്നാണ്. ഹാക്കദ അല്ലംന എന്ന പേരിലൊരു വളരെ വലിയ ഒരു കിതാബുണ്ട്. വളരെ വലുതാണ്, ചെറിയ സൈസൊന്നുമല്ല, വളരെ വലുതാണ്. ഇങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത് എന്നാണ് ആ പുസ്തകത്തിന്റെ ഉള്ളടക്കം. രണ്ടാമത് ഒരു ബോധ്യം ഉണർത്തിയത്, നരകാഗ്നിയിൽ നിന്ന്, അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന്, മഹ്ശറയിലെ ചോദ്യത്തിൽ നിന്ന് നിങ്ങളെ വിടുതൽ ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ ചെറുതും വലുതുമായ തിന്മകൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിയില്ലേ? ഇപ്പൊ 2 ചോദ്യമാണ് ഇവിടെ ഉള്ളത്. ഇത് നമ്മൾ സാധാരണ നിലയിൽ മുസ്ലിമീങ്ങൾ മൊത്തത്തിൽ പറയും, എല്ലാവരും മതവിധി നൽകുന്നവരാണല്ലോ. അപ്പൊ അവര് ചോദിക്കും, ഇതിനെന്താ കുഴപ്പം, അതിനെന്താ കുഴപ്പം, ഇങ്ങനെ ചെയ്തുകൂടെ, അങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ നമ്മൾ ചോദിക്കുക. എന്ന് പറഞ്ഞാൽ മതത്തിലെ വിധികർത്താക്കൾ ഇപ്പൊ നമ്മളാണ്. നബിയൊക്കെ എത്രയോ അപ്രസക്തമായി പോയി. പക്ഷെ വലിയ ഒരു ജനാവലിയുടെ സാക്ഷീകരണത്തിൽ നബിയുടെ ഈ ചോദ്യം അവസാനം, അപ്പോൾ അവര് പറഞ്ഞു, ഹല്ല ബല്ലഗിന, അവിടുന്ന് ഞങ്ങൾക്ക് എല്ലാം എത്തിച്ചു തന്നു. അപ്പൊ റസൂലുള്ള ചോദിച്ചു, ഞാനിത് നിങ്ങളെ പൂർത്തീകരിച്ച് ഏൽപ്പിക്കുകയാണല്ലോ. തറക്തു ഫീക്കും അംറൈനി. ഇമാം മാലിക് അലൈഹി റഹ്മയുടെ മുവത്തയിൽ വന്ന ഹദീസ് ഇങ്ങനെയാണ്. എന്നാൽ ബുഖാരിയിലും മുസ്ലിമിലും മറ്റ് സുനനുകളിലും വന്ന ഹദീസിൽ ഒരു ചെറിയ മാറ്റമുണ്ട്. അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ ഉപയോഗിച്ചത് തറക്തു ഫീക്കും മാ.
ലൻ തളില്ലു ഇൻ തമസ്സക്തും അലാ ഹിയ കിതാബുല്ലാഹ്. ഇതാണ് ഒരു ഹദീസ്, ബുഖാരി അടക്കമുള്ള ഹദീസ് അതാണ്. ഇനി ഇമാം മാലിക്, ഇമാമു ദാറുൽ ഹിജ്റ അലൈഹി റഹ്ബയുടെ മുവത്തയിലെ ഹദീസ് ഇപ്രകാരമാണ്: തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു ഇൻ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി. അപ്പോ ഒരു ഹദീസിന്റെ അർത്ഥം, നിങ്ങൾക്ക് ഞാൻ രണ്ട് കാര്യം നിങ്ങളിൽ ഏൽപ്പിച്ചിട്ട് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ചുമതലപ്പെടുത്തുന്നു. ഈ രണ്ട് കാര്യം ഇനി നിങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്. നബി അള്ളാഹുവിന്റെ ഈ കിതാബ് ഏറ്റെടുത്തിട്ട് 23 കൊല്ലത്തിന്റെ ഇടയിൽ അവിടെ നിന്ന് നടന്നു പോന്ന വൈതരണികളൊന്നും വിവരിച്ച് തീർക്കാൻ കഴിയില്ല. വളരെ ഭാരമാണിത്. അപ്പൊ ഈ കിതാബ് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും മാർഗഭ്രംശം നിങ്ങളിൽ സംഭവിക്കില്ല, വഴി തെറ്റിപ്പോവില്ല. ഒരാദർശ സമൂഹം എന്ന നിലയിൽ അതിൽ ഉറച്ചു നിൽക്കും. നിങ്ങൾക്ക് ചാഞ്ചാട്ടം ഉണ്ടാവില്ല. നിങ്ങൾ എങ്ങോട്ടും മാറൂല, എങ്ങും പോവുകയുമില്ല. അത് ഈ അഹ്കാമുൽ ഖുർആനില് ഖുൽ യാ അയ്യുഹൽ കാഫിറൂനെ ആയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞത്. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന് പറയുന്ന ആയത്തിനെ വിവരിച്ചിട്ട് ഇമാം ഖാളി ബൈളാവിയും അഹ്കാമുൽ ഖുർആനില് ആ തഫ്സീറിലും ഉദ്ധരിക്കുന്ന ഒരു വാക്കുണ്ട്: പൂർവകാലത്ത് നിങ്ങളുടെ ഈ ആവശ്യം അംഗീകരിച്ച ഒരു പാരമ്പര്യം എനിക്കില്ല. ഞാൻ എന്ന മുഹമ്മദ് എന്ന ഞാൻ, നിങ്ങൾ ഈ ആഗ്രഹിക്കുന്നത് ഒരു കൊല്ലം എൻ്റെ റബ്ബിനെ നിങ്ങളും നിങ്ങളുടേതിനെ ഞാനും ആരാധിക്കണമെന്നാണല്ലോ. അങ്ങനെ ഒരു രീതി ഞങ്ങളിലില്ല, ഞങ്ങളുടെ പാരമ്പര്യത്തിലില്ല, ഇപ്പോഴുമില്ല, ഇനി ഖിയാമം നാൾ വരെയില്ല. അത്ര നിഷേധമാണ് ആ പറഞ്ഞത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ. ഇനി ഇതിനൊരു മാറ്റവും ഇല്ല. എന്തു വന്നാലും അങ്ങനെ തന്നെ അടിയുറച്ചു നിൽക്കലാണ്. ഫസ്തഖിം കമാ ഉമിർത, നിന്നോട് കൽപ്പിക്കപ്പെട്ടത് എന്തോ അതിലാണ് നീ ഉറച്ചു നിൽക്കേണ്ടത്. അള്ളാഹു കൽപ്പിച്ചത് എന്തോ അതിൽ നീ ഉറച്ചു നിൽക്കണം. എന്തിനേയും നേരിടാൻ ചങ്കൂറ്റം വേണം. അള്ളാഹു നിന്നോടൊപ്പമാണ്. അള്ളാഹുവിന്റെ സഹായം എപ്പോഴും കൂടെയുണ്ട്. അതുകൊണ്ട് അങ്ങനെ വേണം നിൽക്കാൻ. അപ്പൊ അത് പൂർത്തീകരിക്കപ്പെട്ടു, നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ വഴിപിഴയ്ക്കാതിരിക്കണേ എന്ത് വേണം? ഖുർആൻ അവലംബിച്ച് ജീവിക്കണം. 2, അത് മനസ്സിലാകണമെങ്കിൽ സുന്നത്ത് പഠിക്കണം. അപ്പൊ പിന്നെ നമ്മൾ ഓരോ കാലഘട്ടത്തിലും വരുമ്പോൾ അത് സുന്നത്താണോ ഹലാലാണോ, അത് ചെയ്തുകൂടെ എന്ന സംശയമൊന്നും നമുക്ക് വരില്ല. സുന്നത്ത് പഠിച്ചാൽ മതി. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മൾ എന്ത് പഠിക്കണം? ഇന്ത്യൻ ഭരണഘടന പഠിക്കണം. എന്താ കാരണം? ഓരോ പൗരന്റെയും ചുമതലയും ബാധ്യതയും കർത്തവ്യവും അവകാശങ്ങളും അവകാശമല്ലാത്തതും വിട്ടുകൊടുക്കേണ്ട കാര്യങ്ങളും പരസ്പരം സഹകരിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി ജീവിതത്തെ മുഴുവനും ഉൾക്കൊള്ളാവുന്ന ജാതി മത കക്ഷി രാഷ്ട്രീയ ഭാഷ രാഷ്ട്ര ഭേദമന്യേ മുഴുവൻ പ്രജകളും പഠിച്ച് മനസ്സിലാക്കി പകർത്തേണ്ട ഒരു വലിയ നിയമമാണത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ കണ്ടിട്ടുമില്ല, വായിച്ചിട്ടുമില്ലല്ലോ. നമ്മുടെ ഒരു അപജയമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് തന്നെയാണ് റസൂലുള്ളയെ സംബന്ധിച്ച് അസ്ഹാബിമാർക്ക് കൈമാറിയ ഒരു ഭരണഘടനയുണ്ട്. അതാണ് ഖുർആൻ. അത് സഹാബികൾ ഏറ്റെടുത്തു. എന്നിട്ട് അവർ ജീവിതത്തിൽ അത് പഠിക്കുകയാണ്. 2, അത് പഠിക്കുമ്പോൾ എളുപ്പമാകണമെങ്കിൽ എന്തു വേണം? സുന്നത്തിലേക്ക് കൺവെർട്ട് ചെയ്യണം. ഇത്രേ കാര്യമുള്ളൂ. അപ്പൊ സുന്നത്ത് പഠിച്ചാൽ പെട്ടെന്ന് ഖുർആൻ പഠിച്ചു. അതിനെന്താ തെളിവ്? ഒരുപാട് കാര്യങ്ങളുണ്ട്. മൻ യുത്തിഇർ റസൂൽ ഫഖദ് അത്താഅ അല്ലാഹ്.
അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ വഴിപ്പെട്ടാൽ ആരെ വഴിപ്പെട്ടു? അള്ളാഹുവിനെ വഴിപ്പെട്ടു. അപ്പൊ ആദ്യം നമുക്ക് എളുപ്പവും സുഗമവും സുവ്യക്തവുമായത് എന്താണ്? റസൂലുള്ളയാണ്. അപ്പൊ റസൂലുള്ളയ്ക്ക് വഴിപ്പെട്ടിട്ട് നബി പറഞ്ഞതും ചെയ്തതും അംഗീകരിച്ചതും ആഗ്രഹിച്ചതും അഭിലഷിച്ചതുമായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ നമ്മൾ ഖുർആൻ പഠിച്ചു കഴിഞ്ഞു എന്നാണ്. വളരെ എളുപ്പമായിട്ട് ആ കാര്യം മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂലിനെ പഠിച്ചാൽ മതി, അതാണ് സുന്നത്ത്. സഹീഹുൽ ബുഖാരിയിൽ വന്നപ്പോൾ തറക്തു ഫീക്കും മാ, നിങ്ങളെ ഞാൻ ഒരു കാര്യം ഏൽപ്പിക്കുകയാണ്, ആ കാര്യം നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾ വഴിപഴിക്കില്ല. കിതാബ് അള്ളാഹുവിന്റെ കിതാബാണ്. അപ്പൊ എന്ത് കാര്യം വന്നാലും നമ്മൾ എങ്ങോട്ട് നോക്കും? ആദ്യമായി നമ്മൾ നോക്കുന്നത് ഖുർആനിലാണ്. അത് നമുക്കത് സമ്പൂർണമായി ഗ്രഹിക്കാൻ പറ്റില്ല എന്ന് വെച്ചോ. അപ്പോൾ അതിന് എളുപ്പ വഴി എന്താ? നബിയിലേക്ക് തിരിഞ്ഞാൽ മതി. ഫുത്തൂഹുൽ ഗൈബ് 2 കിതാബാണ് ലഭ്യമായത്. പിന്നെ അദ്ദേഹത്തിന്റെ ജീവചരിത്ര പുസ്തക കിതാബൊക്കെ ഉണ്ട്. ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അലൈഹി റഹ്മ എഴുതിയ ചെറുതെങ്കിലും ഒരുപാട് ഖനമുള്ള അറിവുകൾ നിറഞ്ഞ 2 ലോക പ്രശസ്തമായ ഗ്രന്ഥങ്ങളുണ്ട്. അതിലൊന്നിന്റെ പേര് ഉനിയത്ത് എന്നാണ്, ഉനിയ. മറ്റൊന്നിന്റെ പേര് ഫുത്തൂഹുൽ ഗൈബാണ്. വേറെ ഒരെണ്ണം നമുക്കിപ്പോ കിട്ടാനില്ല, അത് തക്മീല എന്നാണ് ആ കിതാബിന്റെ പേര്. ഷെയ്ഖിന്റെ കിതാബിനെ കുറിച്ച് ഞാൻ ഈ പറയണേ. അദ്ദേഹം ഫുത്തൂഹുൽ ഗൈബ് 40 മക്കാലകളാണ് ആ കിതാബിലാകെ. അതിൽ 20ാമത്തെ മക്കാലയിലെ ആദ്യത്തെ 4 വരി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. നിങ്ങൾ അന്വേഷിച്ച് പഠിക്കണം ഇതൊക്കെ. നമ്മളിപ്പോ കൂടിയുള്ള എല്ലാ ആചാരവും വന്നത് ഇവിടെ. അതിന്റെ കൂടെ നമ്മൾ നടക്കുകയും ചെയ്യും. പ്ലാസ്റ്റിക് കൂട്ടിലാണ് ചോറും മേടിച്ചോണ്ട് പോണത്. അതിനിപ്പോ എന്താ കുഴപ്പമെന്നാ ചോദിക്കണേ. എങ്ങനെ എന്ത് ഉത്തരം പറയും? അപ്പൊ ഷെയ്ഖ് മുഹിയുദ്ദീൻ അലൈഹി റഹ്മ പറയുകയാണ്, വജിഅലിൽ കിതാബ വസ്സുന്നത അമാമക്ക, നീ അള്ളാഹുവിന്റെ ഖുർആൻ മുൻപിൽ വയ്ക്കുക, നബിയുടെ സുന്നത്ത് നിന്റെ മുൻപിൽ വയ്ക്കുക. തീർന്നില്ല കേട്ടോ. ഫൻളുറു ഫീഹിമ, എന്നിട്ട് 2ലേക്കും നോക്കണം. എന്തൊരു വലിയ വാചകമാണെന്ന് വിളിച്ചു നോക്കി. 6ാം നൂറ്റാണ്ടിലാണ് ഈ കിതാബ്. 2ലേക്കും നോക്കണം. ബിത്തഅസ്സുലിൻ, ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. അസ്ൽ ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് നോക്കണം. വേറെ എവിടെയെങ്കിലും ആരെങ്കിലും ഒരു തീട്ടൂരം എഴുതിയിട്ടുണ്ടെങ്കിൽ അതല്ല തെളിവ്. ഫൻളുറു ഫീഹിമാ ബിത്തഅസ്സുലിൻ വതദബ്ബുരിൻ, കാര്യഗൗരവത്തോടെ നോക്കിയിട്ട് ചിന്തിക്കണം. വഅമൽ ബിഹിമാ, എന്നിട്ട് ഇത് 2ഉം നീ പ്രയോഗത്തിൽ വരുത്തണം, അമൽ ചെയ്യണം. ഏത് 2ഉം? ഖുർആനും നബിയുടെ ഈ സുന്നത്തും. ഇത് 2മാണ് ചെയ്യേണ്ടത്. അപ്പൊ തനിക്ക് നമ്മളൊക്കെ ഈ വിവരമുണ്ട് എന്ന ഒരു ഭാവം നമ്മളിൽ തികഞ്ഞാൽ എന്തിനും നമ്മൾ മറുപടി പറയും. അത് ഈ 2ലേക്കും നോക്കിയിട്ടല്ല, നമ്മുടെ ഇഷ്ടത്തിനാ പറയണത്. അത് സഹീഹ് മുസ്ലിമിന്റെ മുഖദ്ദിമയിൽ മനുഷ്യവംശത്തിന്റെ ഭ്രംശത്തെക്കുറിച്ച്, ദീനിൽ നിന്നുള്ള വ്യതിയാനത്തെക്കുറിച്ച് ബുഖാരിയിലും ഉണ്ട് ഹദീസ്. വിവരിക്കുന്ന മധ്യേ ഇമാം മുസ്ലിം അലൈഹി റഹ്മ പറയുന്ന ഒരു വാക്ക്, ഇന്നല്ലാഹ ലാ യഖ്ബിലുൽ ഇൽമ ഇന്തിസാഅൻ, അള്ളാഹു ഈ ഇൽമ, ദീനിന്റെ ഇൽമാണ് ഈ പറയണേ, അത് ഇവിടെ നിന്ന് ദുനിയാവിൽ നിന്ന് ഒറ്റ എടുക്കലായിട്ടങ്ങ് എടുക്കൂല, കംപ്ലീറ്റ് എടുത്ത് കളയില്ല. ഇന്തിസാഅൻ വാഹിദാണ്, ഒറ്റ പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമി ഇരുട്ടിലാവുമല്ലോ. ദീനിന്റെ അറിവ് കംപ്ലീറ്റ് ഉയർത്തപ്പെട്ടാൽ പിന്നെ ഒന്നുമില്ല. വലാകിൻ യഖ്ബിലുൽ ഇൽമ, പിന്നെ എങ്ങനെയാണ് ഈ ഇൽമിനെ അള്ളാഹു എടുക്കുക? ബി ഖബ്ളിൽ ഉലമാ, പണ്ഡിതന്മാരെ അള്ളാഹു ഏറ്റെടുക്കും, മരിപ്പിക്കും. അങ്ങനെ മരിച്ചു.
അങ്ങനെ മരിച്ച് ഖുർആനും സുന്നത്തും അനുസരിച്ച് മനസ്സിലാക്കി നല്ലവരായി ജീവിച്ചു പോന്ന വളരെ വലിയ വലിയ മഹത്വക്കൾ ലോകത്തോട് വിട പറയും. പിന്നെ വയബുക്കന്നാസ, പിന്നെ അവശേഷിക്കുന്ന ജനങ്ങൾ എന്താ ചെയ്യുക? ഇത്തഹദന്നാസു, പിന്നെ ജനം സ്വീകരിക്കും റുഊസഹും, അവരുടെ നേതാവായിട്ട്, ജുഹാല, ഒരു വിവരവും ഇല്ലാത്ത ആളുകളെ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ദീനിന്റെ ഹുക്മ പറയാൻ വലിയ പൊതുവിൽ, അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ഒന്നാം പുരുഷൻ മാത്രമല്ലേ ഉള്ളൂ, ഏൽപ്പിച്ച എങ്ങനെ ഉണ്ടാവും? അപ്പൊ അത്തരം ആളുകളെ അവർ സ്വീകരിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഈ ജനം അവരോട് മതവിധി ചോദിക്കും. ആ മതവിധിക്ക് ഒന്നും നോക്കാതെ അവർ ഫത്വ കൊടുക്കും. അത് ഹലാലാണ്, ഇത് ഹറാമാണ് എന്നിങ്ങനെ പറയും. ഇതാണ് ഖിയാമത്തിന്റെ ഒരു അടയാളം എന്നാണ് മുസ്ലിമിന്റെ മുഖദ്ദിമയില് നിങ്ങൾക്ക് വായിക്കാം. സഹീഹ് മുസ്ലിമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ അതൊരു വലിയ വിഷയമായി വരും. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലേക്ക് നോക്കണം, കിതാബിലേക്ക് നോക്കണം. ഫഅമൽ ബിഹിമ, അത് രണ്ടും അനുസരിച്ച് അമൽ ചെയ്യണം. ഇത് വളരെ എളുപ്പം മനസ്സിലാകാവുന്ന കാര്യമാണ്. നബിയെ ഒരാൾ ഇഷ്ടപ്പെടണം. ഇപ്പൊ നമുക്ക് 15 നൂറ്റാണ്ടായി, 1500 വർഷമായി നബി ജനിച്ചിട്ട്. റസൂലുള്ളാഹിയെ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി അതാണ് നമുക്ക് ചിന്തിക്കാനുള്ള. ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിക്കും. ഖുർആൻ ഇനി ചോദിക്കുകയാണ്. ആയത്ത് ഒരു സ്ഥലത്തേക്ക് നോക്കണമല്ലോ, ഖുർആനല്ലേ. ഖുർആനിൽ അല്ലാഹു പറയാണ്, ആലു ഇമ്രാൻ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ. അപ്പൊ ദൈവം സ്നേഹമാണെന്ന് ക്രിസ്തു മതത്തിന്റെ സന്ദേശമല്ല, ആദം അലൈഹിസ്സലാം തുടങ്ങി എല്ലാ നബിമാരും മനുഷ്യരെ പഠിപ്പിച്ച സന്ദേശം അതാണ്. അതുകൊണ്ടാണല്ലോ ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കണ്ടോന്ന ഈ ചോദ്യം. അതാണ് പഠിക്കേണ്ടത് അവിടെ. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹുവിനെ സ്നേഹമാണ്, അവനോട് സ്നേഹമുണ്ട്. എങ്ങനെയാ അതൊന്ന് പ്രകടിപ്പിക്കുക? അടുത്ത വാക്കതാണ്, ഫത്തബിഊനി, എന്നെ ഇത്തിബാഴ് ചെയ്താൽ മതി. ഇത്തിബാഴ് എന്ന് പറഞ്ഞാൽ എന്താ? നേർക്ക് നേരെ പിന്തുടർച്ചയാണ്, പിന്തുടരണം. ഇത്തിബാഉർ റസൂലാണ്. അങ്ങനെ നിങ്ങൾ എന്നെ പിന്തുടർന്നാൽ മതി. നബി തിങ്കളാഴ്ച ദിവസം നോമ്പെടുത്തു. അസ്ഹാബിമാര് ചോദിച്ചു, എന്താ അവിടെ നിന്ന് നോമ്പെടുക്കാൻ കാരണം? ഫീഹി ഉലിത്തു, ഞാൻ ജനിച്ച ദിവസം, ജന്മദിനം ഒന്നാന്ന്. അപ്പൊ നബിയെ അവർക്ക് ഇഷ്ടപ്പെടുക, സ്നേഹിക്കണമല്ലോ. നബിയെ സ്നേഹിച്ചാൽ അള്ളാഹുവിനെ സ്നേഹിക്കലാണ്. അത് ആ ആയത്തിലാണ് പറയുന്നത്, ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അതിന് വഴി എന്താ ഉള്ളത്? നബിക്ക് ഇത്തിബാഴ് മാത്രമേ ഉള്ളൂ. തിങ്കളാഴ്ച നോമ്പെടുത്തു, ഫീഹി ഉലിത്തു, ഞാൻ അന്നാണ് ജനിച്ചത്. വഫീഹി ബുഇസ്തു, അന്നാണ് എനിക്ക് ബഅസുണ്ടായത്, പ്രവാചകത്വം ലഭിച്ചത്. റമളാൻ ഒരു ഇതുണ്ടല്ലോ, തിങ്കളാഴ്ച ദിവസമാണെന്ന്. ഇനി തിങ്കളാഴ്ചയുടെ മഹത്വം പറയുന്ന വേറെ ഒരുപാട് ഹദീസ് ഉണ്ട്, അത് സഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ നബി ജനിച്ചത് അതാണ്. അപ്പൊ എന്താ ഇത്തിബാഴ് ചെയ്യല്? നബിയെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇത്തിബാഴ് ചെയ്യാൻ തിങ്കളാഴ്ച നോമ്പ് പിടിച്ചാൽ മതി. അപ്പൊ ഒരു കൊല്ലം എത്ര നോമ്പ് കിട്ടും? 53 നോമ്പ് കിട്ടും, അല്ലെ 52, അല്ലെ 50ന്റെ മുകളിൽ എന്തായാലും കിട്ടൂല്ലോ. അത്രയും നോമ്പ് ഒരാൾ പിടിച്ചു. അപ്പോൾ അതിന്റെ അർത്ഥം അയാൾക്ക് നബിയോട് സ്നേഹമുണ്ടെന്നാണ്. മക്ക ജയിച്ചടക്കി, അഥവാ ഫത്തഹ് മക്ക, അത് ഹിജ്റയുടെ 8ാം കൊല്ലാണ്. അപ്പൊ 10,000-ഓളം വരുന്ന സ്വഹാബിമാരുമായിട്ടാണ് നബി മദീനയിൽ നിന്ന് വന്ന് 4 വഴിയിലൂടെ കഅബയുടെ അടുത്തേക്ക് വന്നത്. അപ്പൊ ഖുറൈശികൾ, എതിരാളികൾ, ശത്രുക്കൾ സ്തംഭിച്ചു. ഈ 4 വഴിക്കും നബിയുടെ അനുചരർ മസ്ജിദുൽ ഹറം വളഞ്ഞു കഴിഞ്ഞു. നീ എങ്ങോട്ടും പോകാനും പറ്റില്ല, വരാനും പറ്റില്ല. അപ്പോൾ നബി പ്രഖ്യാപിച്ചു, കഅബയിൽ മസ്ജിദുൽ ഹറമിലുള്ളവർക്കെല്ലാം നിർഭയത്വം തന്നു, ആരും പേടിക്കണ്ട. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ ഷർറാരായിട്ട് വരും അക്കാലത്ത് അബൂ സുഫിയാനാണ്. അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം ചോദിക്കുന്നവർക്കെല്ലാം നാം അഭയം നൽകിയിരിക്കുന്നു. അപ്പൊ അങ്ങേര് വലുതാവുകയും ചെയ്തു.
ശാന്തത ഉണ്ടാക്കുന്ന ഒരു തന്ത്രമാണ്. ഉമ്മുഹാനിയുടെ വീട്ടിൽ അഭയം തേടുന്നവർക്കെല്ലാം ഞാൻ അഭയം നൽകുന്നു. നബി ളുഹാ നമസ്കരിക്കുന്ന ഹദീസൊക്കെ ഉമ്മുഹാനിയിൽ നിന്ന് ഉദ്ധരിക്കുന്നതാണ്. അതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴാണ് ഇത് മനസ്സിലാകണത്. ഇനി നേർക്ക് നേരെയാണ് നേരിടുന്നതെങ്കിൽ അവരോട് നമ്മൾ നേരിടും. അപ്പൊ എല്ലാം സ്തംഭിച്ചു, നിസ്സാരമായി, ഇതായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കൊക്കെ മാപ്പ് നൽകുകയും ചരിത്രം പിന്നെ അവിടെ നിന്ന് മുമ്പോട്ട് പോകുന്നു. നിങ്ങൾ വായിക്കുക. റസൂലുള്ളാഹി ഒന്നു കൊടുത്തു. ഒന്നു എടുത്തപ്പോൾ നബിയുടെ മുഖം കഴുകിയ വെള്ളം, കൈ കഴുകിയ വെള്ളമൊക്കെ താഴെ വീഴുമല്ലോ. അതിന് മാ ഉൽ മുസ്തഅ്മൽ എന്നാണ് ഫിഖഹിന്റെ കിതാബ് ഉപയോഗിച്ച വാചകം. പെരുമാറിയ വെള്ളം. അത് താഴെ ചാടുന്നതൊക്കെ ഈ ആളുകൾ തെക്കും തിരക്കും കൂട്ടിയിട്ട് ഈ വെള്ളം കൈകൊണ്ട് എടുത്തു. എവിടെന്നെങ്കിലും വെള്ളം കിട്ടിയാലേ, പൊടി കിട്ടിയാലും മതി, അല്ലെ നൂല് കിട്ടിയാൽ മതി, ചെരുപ്പ് കിട്ടിയാലും മതി. അപ്പൊ ഇതുപോലെയാണല്ലോ ഈ സാധാരണ അന്ന് ഇസ്ലാമിലേക്ക് വന്നവരും അതിനു മുൻപ് ജാഹിലിയത്തിൽ മാത്രം ജീവിച്ച ആൾക്കാരും അവിടെ ഉള്ളത്. അവർ കൈകൊണ്ടതെടുത്ത് യതമസ്സഹൂന വുജൂഹഹും വൈദിയഹും, അവരുടെ മുഖത്ത് ഇങ്ങനെ തടകാൻ തുടങ്ങി, കൈയൊക്കെ തടകാൻ തുടങ്ങി. അപ്പൊ നബി ചോദിച്ചു അവരോട്, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? മാദാ തഫ്അലൂൻ, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, അങ്ങയോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഹുബ്ബ്, ഈ ഹുബ്ബുർ റസൂലാണല്ലോ ഇപ്പൊ ഇന്നൊക്കെ നടക്കുന്നത്. ഇവിടെ ലോകം മുഴുവനുമാണ്. ഇവിടെ 4, 3, 7 ആളെ ഉദ്ദേശിച്ചല്ലാട്ടോ ഈ പറയണത്. നബിയോടുള്ള സ്നേഹമാണെന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ള പറഞ്ഞു, എന്നെ അങ്ങനെ ആരെങ്കിലും സ്നേഹിക്കണ്ടെങ്കിൽ അത് ഇതൊന്നും അല്ല പ്രായോഗികത. കളവ് പറയാതിരുന്നാൽ മതി. വർത്തമാനത്തിൽ കളവ് പറയരുത്, വഞ്ചനയും ചതിയും ഉണ്ടാകരുത്, വാക്ക് പാലിക്കണം, കുടുംബബന്ധം ചേർക്കണം, ഭാര്യയെ അന്വേഷിക്കണം. ജീവിതമാണ് കേട്ടോ ഇപ്പൊ ഈ പറയണത്. എങ്ങനെ ഒരാൾക്ക് അച്ചടക്കത്തോടെ ജീവിക്കാം എന്നത് മറുപടി നൽകുകയാണ്. അപ്പൊ നബിയുടെ ഇത്തിബാഴ് പ്രായോഗിക ജീവിതത്തിൽ നബിയെ പഠിച്ചിട്ട് പകർത്തലാണ് എന്ന് നമുക്ക് എളുപ്പം മനസ്സിലാവും. അതിൻ്റെ പേരാണ് ഹുബ്ബുർ റസൂൽ എന്ന് പറയുക. അള്ളാഹു മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ നാം എവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.